ഹലോ ഗേയ്സ്, അബുക്കാസ് വ്ളോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് സിമ്പിളായിട്ട് എങ്ങനെ നെയ്ച്ചോറ് വയ്ക്കാം എന്നാണ് കാണിക്കാൻ പോണത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ലോട്ടസിൻ്റെ റൈസ് ബസുമതി 900 ഗ്രാം റൈസ് എടുത്തിട്ടുണ്ട്. അത് ഇനിയിപ്പോൾ നമുക്ക് കഴുകി ഞാനത് ഈ പാത്രത്തിലാണ് അളക്കാൻ പോകുന്നത്. ഇത് അളന്ന് നോക്കുമ്പോൾ ഇതിൽ കറക്റ്റായിട്ടൊരു പാത്രമുണ്ട്. അപ്പോൾ നമുക്കിതിൽ ഒരു 1.25 പാത്രം വെള്ളം വെച്ചിട്ട് 1.25 ഒരു ലേശം കൂടി കയറി ഇന്നോട്ടെ, കുഴപ്പമില്ല. അതായത് ഇത് കഴുകിയിട്ട് നമുക്കൊരു 15 മിനിറ്റ് വെള്ളത്തിയിട്ട് വെച്ചിട്ട് പിന്നെ അത് വാരി വെച്ചതിന് ശേഷമാണ് നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അത് നമുക്ക് നോക്കാം, നമുക്ക് അതിനുള്ള പരിപാടി നോക്കാം. ഞാനിതാ റൈസ് കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ കഴുകണോടത്തൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം, നമ്മളങ്ങനെ തിരുമ്മി കഴുകരുത്, അതായത് റൈസ് ഉടയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരു 3 പ്രാവശ്യം കഴുകിയിട്ട് ഞാനൊരു 15 മിനിറ്റ് വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളത്തിൻ്റെ കാര്യം നിങ്ങൾ എന്തായാലും പരമാവധി കഴുകുമ്പോൾ എന്തായാലും ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ തിരുമ്മി കഴുകും, ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതൊരു ചെറിയ ടിപ്സാണ്, അത് നിങ്ങളൊന്ന് വെച്ചോളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് വളരെയധികം ശ്രദ്ധിച്ച് കഴുകി ആ റൈസ് ഉടയാത്ത രൂപത്തിൽ തന്നെ അങ്ങനെ വെക്കുക. ഓക്കെ, ഒരു 15 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് അതിന് മുമ്പ് നമുക്കവിടെ സ്റ്റൗ കത്തിച്ച് തുടങ്ങാം. അപ്പോഴത്തേനും വെള്ളം തിളയ്ക്കുമ്പോഴത്തേനും ഇത് ഏതാണ്ട് റെഡിയാവും. അപ്പോൾ നമുക്ക് നോക്കല്ലേ പരിപാടികൾ. നമ്മളിപ്പോൾ ഇനി നെയ്ച്ചോറ് വെക്കാൻ പോകണുണ്ടോ. അപ്പോൾ അത് നല്ല കട്ടിയുള്ളൊരു പാത്രമാണ് ഇവിടെയൊക്കെ ഇങ്ങനെ കിട്ടുന്നത്. നമുക്ക് നെയ്യ് കിട്ടാത്തതുകൊണ്ട് നെയ്ച്ചോറിൽ നമ്മൾ പടയ്ക്കാൻ പോണത് ബട്ടറാണ്. വേറെ നിവർത്തിയില്ല. ഇപ്പോൾ മോൾഡ് ഓയിലാണ് നിൽക്കുന്നത്. ഇവിടെ നെയ്യ് എന്ന് പറഞ്ഞ സാധനം കിട്ടാനില്ല, പരമാവധി നോക്കി കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മളിത് ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്താണ്, അല്ലാതെ ഇതൊരു പ്രോപ്പർ നെയ്ച്ചോറിൻ്റെ വഴിയാണെന്നൊന്നും പറയാൻ പറ്റില്ല. ഉള്ളത് കൊണ്ടൊന്ന് തട്ടിക്കൂട്ടി നോക്കിയിട്ടുള്ള. അപ്പോൾ നിങ്ങൾ നോക്കി നോക്കി, ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുക, അല്ലാതെ ഇപ്പോൾ എന്താ ചെയ്യുക, വേറെ വഴിയൊന്നുമില്ല, ഉള്ളതുകൊണ്ട്. പക്ഷേ റെസ്റ്റോറൻറ്റിലാകുമ്പോൾ നമുക്ക് എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണ്, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യേണ്ടത്, ഏലക്കായ, പട്ട, ഗ്രാമ്പു, ഈ സാധനം നമ്മുടെ അടുത്തുണ്ട്. ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ്. പെരിഞ്ചീരകം കിട്ടിയിട്ടില്ല, അതുകൊണ്ട് നമ്മൾ ഈ സാധനം അതിലിടുന്നു. ബട്ടർ മെൽറ്റിനായി വരുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ വെള്ളം അളന്ന് വെച്ചിട്ടുണ്ടെന്ന്. ഇതാ ഞാൻ 1.25 ഞാൻ ഒഴിക്കണുള്ളൂ. അതിലൊഴിച്ച് ഇതൊന്നും കൂടുതൽ ഇതിനൊന്നും കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. ഇത് ശരിയായ വേ അല്ല. പ്രൊഫഷണൽസ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇത് വെറുതെ ഒന്ന് തട്ടിക്കൂട്ടിയതാണ്. നമ്മുടെ ഒരുപാട് പിള്ളേർ, ഒരുപാട് സ്റ്റുഡൻസും എല്ലാവരും ഇങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുന്നവരുണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഇനി കമൻറ്റിൽ എന്നെ പൊങ്കാലിടരുത് ഇതിങ്ങനെയാണോ എന്ന് ചോദിച്ചിട്ട്. ഇത് വെറുതെ ഒന്ന് തട്ടിക്കൂട്ടിയതെന്ന് മാത്രം. നമ്മുടെ വെള്ളത്തിൻ്റെ അളവ് നോക്കിയല്ലോ, ഞാൻ നേരത്തെ ഒഴിച്ചിട്ടുള്ളത് 1 കപ്പാണ്. ഇതിൽ ഫുള്ള് ഇതിലൊരു കപ്പാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതാ ഒരു 3/4 എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അതൊഴിച്ചു. നമുക്ക് ഈ വെള്ളത്തിൻ്റെ കൂടെ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇടാൻ പറ്റുന്നത് നല്ലതായിരിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ചെറിയൊരു കടി ആ നെയ്ച്ചോറിൽ കിട്ടിക്കോട്ടെ, കുഴപ്പമില്ല. ഇതിപ്പോൾ നമ്മൾ വേറെ ആർക്കും കൊടുക്കാനല്ലേ, നമുക്ക് വേണ്ടിയിട്ട് തന്നെയല്ലേ. അപ്പോൾ ഉണ്ടെങ്കിൽ ഇടുക, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഞാനിതാ ഇവിടെ കുറച്ച് മുന്തിരി ഇരിക്കുന്നുണ്ട് എൻ്റെ അടുത്ത്, ഞാനത് ഇട്ടുണ്ട് കേട്ടോ. അതതിൽ കിടന്നോട്ടെ. നമ്മൾ അരി ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് എടുക്കാൻ മറന്നു. അപ്പത്തിനും നമ്മുടെ ക്യാമറമാനൊരു ഫോൺ വന്നു, ആളതിൽ പോയതാണ്. അരി ഊറ്റി വെച്ചിട്ടുണ്ട്. അവിടെ വെള്ളം ഏതാണ്ട് തിളക്കിയിട്ടുണ്ട്, നമ്മളത് ഇടാൻ പോവാം. ഓക്കെ, വെള്ളം കേട്ടോ വെട്ടി തിളക്കിയിട്ടുണ്ട് വെള്ളം. അപ്പോൾ നമുക്ക് ഇടല്ലേ. ഓക്കെ, അപ്പോൾ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. അതായത് നമ്മുടെ അളവെങ്ങാനും തെറ്റിപ്പോവുകയാണെങ്കിൽ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ അരി ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏതാണ്ട് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഒരു കൈയിട്ട് നോക്കരുത് കേട്ടോ, കൈയിട്ട് നോക്കരുത്. നമുക്കത് നോക്കുമ്പോൾ മനസ്സിലാവും, ഏതാണ്ട് ആ അളവ് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും. അതായത് നമ്മൾ ഒന്ന് തിങ്ക് ചെയ്യുക, ഒരു ചാണല്ല, സോറി, ഈ ഒരു ലെവല് അതിനനുസരിച്ച് അരി കിടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും വെള്ളത്തിൻ്റെ അളവ് തെറ്റിയിട്ടില്ല. പലർക്കും ചിലപ്പോൾ തെറ്റിപ്പോകാറുണ്ട്. അതുകൊണ്ടാണ് ഈ പറഞ്ഞത്.
പിന്നെ കിടന്ന് ഇതുമ്മ കളിക്കാൻ നിൽക്കണ്ട, നൈസായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അല്ലെങ്കിൽ അരി പൊട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് ഇനി ഒന്ന് വറ്റട്ടെ. അപ്പോൾ അതൊന്ന് വറ്റട്ടെ, നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. ഞാൻ 1-2 പ്രാവശ്യം ഇളക്കിയിട്ടുണ്ടായിരുന്നു, ചെറുതായിട്ട് നൈസായിട്ട്. നമ്മുടെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നല്ല നല്ല തൂവെള്ള നിറത്തിൽ കിട്ടിയിട്ടുണ്ട്. നമുക്കപ്പോൾ ഒന്ന് തേമ്പി വെച്ചിട്ട് അപ്പോൾ ഞാനിതാ സ്റ്റൗ ഓഫ് ചെയ്യുകയാണ്. സ്റ്റൗ ഓഫ് ചെയ്തു. ഇനി ഒരു 10 മിനിറ്റ് മതി. 10 മിനിറ്റ് അങ്ങനൊന്ന് ഇരുന്നോട്ടെ. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് പൊട്ടിച്ചു നോക്കാം. എങ്ങനെ ഉണ്ടെന്ന് അറിയാമല്ലോ. മണക്ക് വരുന്നുണ്ട്. ഇതാണ് നമ്മൾ നെയ്ച്ചോറ്. കുഴപ്പമില്ല, നല്ല ലെവലായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതിൽ ആ ക്യാരറ്റും കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരി ഉള്ളിയൊക്കെ വറുത്തിട്ടാൽ എൻ്റെ ഒരു ലെവലായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും പുതിയ വീഡിയോകളായിട്ട് ഞാൻ വരും. അപ്പോൾ അതുവരെ എല്ലാവർക്കും നമസ്കാരം.